അപ്പോൾ മോർണിംഗ് വാക്ക് തുടരുകയാണ്. നമ്മൾ എത്ര പേര് നിങ്ങളിൽ മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്, ജോഗിങ് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ കുറിക്കുക. നമ്മളുള്ളത് പനമ്പള്ളി നഗറിലെ സ്ട്രീറ്റ് സ്കേപ്പ് എന്ന് പറയുന്ന വാക്വേയിലാണ്. ഇങ്ങനെ നടന്ന് നമ്മളിങ്ങനെ വരികയാണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ, എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇത്രയും ആൾക്കാരെ കണ്ടില്ല. ഇപ്പൊ അത്യാവശ്യത്തിന് ആൾക്കാർ ഇപ്പൊ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ ആൾക്കാർ നടക്കാനൊക്കെ ഇറക്കുന്നുണ്ട്. അതെ, ഇത് നമ്മളിപ്പം BJP-യെ പറ്റിയും CPM-നെ പറ്റിയും പറഞ്ഞു. നമുക്ക് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക് കടന്നാലോ? കണ്ണൂരിലേക്കല്ലേ? അതെ, അവിടെ ഒരു പ്രത്യേക വിഷയം ഇപ്പോൾ ഇങ്ങനെ ചൂടുപിടിച്ച് വരികയാണ്. പറഞ്ഞു വരുന്നത് മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങളാണ്. അവിടെ MK രാഘവൻ MP-ക്കെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. DCC-യുടെ ഒരു നിലപാട് കൂടി ഇന്ന് വരുന്നു. അതാണ് ഇപ്പോഴത്തെ ബ്രേക്കിംഗ് വാർത്ത. അതെ, കോഴ വാങ്ങി DYFI പ്രവർത്തകരെ നിയമിച്ചു എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. നിയമനത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KPCC നേതൃത്വത്തെ DCC അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സജോ ദേവസി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു MK രാഘവൻ MP-ക്കെതിരെ. ഇന്നലെയും നമ്മൾ ആ പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. എന്തായാലും MK രാഘവൻ MP-ക്കെതിരെ പ്രതിഷേധിച്ച 4 പേർക്കെതിരെ നേതൃത്വം നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണോ ഇപ്പോൾ DCC KPCC-യെ സമീപിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? പ്രജിൻ പ്രവിത, ഗുഡ് മോർണിംഗ്. കോൺഗ്രസിനകത്ത് ഈ മാടായി കോളേജിലെ നിയമന വിവാദം ഒരു ആഭ്യന്തര തർക്കമായി പരിണമിക്കുകയാണ്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മാടായി കോളേജിലെ 4 നിയമനങ്ങളെ ചൊല്ലിയാണ് തർക്കം രൂപപ്പെട്ടത്. അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ തെരുവിലേക്ക് പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത് കണ്ടത് ഒരു വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ഈ തർക്കം നീളുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം തന്നെ രൂപപ്പെട്ടതാണ്. MK രാഘവൻ MP-യാണ് ഈ കോളേജിന്റെ ഭരണസമിതി ചെയർമാൻ. നിയമനത്തിൽ പ്രവർത്തകർ ആരോപിക്കുന്ന വിവിധ പ്രാദേശിക ഘടകങ്ങൾ ആരോപിക്കുന്ന കാര്യം 4 നിയമനങ്ങളാണ് നടന്നത്. 2 DYFI-ക്കാർക്ക് നിയമനം ലഭിച്ചു. കോഴ വാങ്ങി DYFI-ക്കാർക്ക് നിയമനം നൽകി. MK രാഘവൻ MP-യുടെ ബന്ധുവാണ് അതിൽ ഒരാൾ. അങ്ങനെ CPIM-കാർക്ക് നിയമനം ലഭിക്കുന്നു. കോൺഗ്രസുകാർ അവിടെ പരിഗണിക്കപ്പെടാതെ പോകുന്നു. എന്താണ് ഈ പ്രശ്നങ്ങളുടെ ആകെ തുടക്കം? അഭിമുഖ ദിവസം MK രാഘവൻ MP-യെ കോളേജിലെത്തുന്ന വേളയിൽ തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. പിന്നാലെ വലിയ പ്രതിഷേധം തെരുവിലേക്കടക്കം ഇന്നലെ രാത്രി കോലം കത്തിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് പോയി. പിന്നാലെ DCC സ്വീകരിച്ചൊരു നിലപാട് ശ്രദ്ധേയമാണ്. ഈ ഭരണസമിതി എന്നത് MK രാഘവൻ MP-യാണ് ചെയർമാൻ. അതിലെ 5 അംഗങ്ങളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. MK രാഘവൻ MP KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. നടപടി സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ MK രാഘവൻ MP-ക്കെതിരെ അടക്കം അതൃപ്തിയുണ്ട്. DCC നിയോഗിച്ച ഒരു പ്രതിനിധി അവിടെ പ്രതിഷേധിച്ച ആളുകളുമായി ചർച്ച നടത്തിയതിന് തൊട്ടു പിന്നാലെ ഭരണസമിതി ഈ നിയമന ഉത്തരവ് നൽകുകയും അവർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇതടക്കം DCC-യെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി. പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല. ഇക്കാര്യത്തിൽ ഭരണസമിതിക്കടക്കം വീഴ്ച പറ്റി. MK രാഘവൻ MP ഏതെങ്കിലും നിലയ്ക്കുള്ള സമവായത്തിനടക്കം തയ്യാറായില്ല. കോൺഗ്രസിനെ രാഷ്ട്രീയമായും സംഘടനാപരമായും ജില്ലയിൽ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കും വിധം കാര്യങ്ങൾ നയിച്ചു. സമവായ ചർച്ച അടക്കമുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ സമവായത്തിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത തേടണമായിരുന്നു. അത് ഈ കാര്യത്തിൽ ഉണ്ടായില്ല. അത് DCC-യെ വലിയ തോതിൽ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നതടക്കമുള്ള നിലപാടാണ്. MK രാഘവൻ MP ചെയർമാനായ ഭരണസമിതിയിലെ 5 പേർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതോടുകൂടി തന്നെ ഈ ഭിന്നതയും DCC-യുടെ നിലപാടും വ്യക്തമായിരുന്നു. പിന്നാലെയാണ് KPCC-യെ അതൃപ്തി അറിയിച്ചത്. ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ KPCC അധ്യക്ഷനും KPCC എന്ന നിലയ്ക്കും ആണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഉണ്ടാകേണ്ടത്. അത് എന്താകുമെന്നത് കാത്തിരുത്ത് കാണേണ്ടതാണ്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് സമവായത്തിന് തയ്യാറാക്കുകയില്ല എന്നാണ് വിവിധ പ്രാദേശിക ഘടകങ്ങളുടെ തീരുമാനം. കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി, കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി ആണെങ്കിൽ അതിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇതിനകം പൂർണ്ണമായും രാജിവെച്ചിട്ടുണ്ട്. കല്യാശ്ശേരിയിൽ പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന നിലയിലേക്ക് പോയി. അതായത് 3 മണ്ഡലം കമ്മിറ്റികളാകെ തന്നെ കൂട്ടരാജിയോ പ്രതിഷേധമോ ഒക്കെയായി കാര്യങ്ങൾ മാറുകയാണ്. ഇന്നും തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങും എന്ന് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി അടക്കം അറിയിക്കുകയും ചെയ്തൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെ നേരിടുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് വ്യക്തമാണ്. സജോ, എന്തായാലും ആ ഇടങ്ങളിലൊക്കെ തന്നെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വളരെ വൈകാരികമായാണ് പ്രവർത്തകർ പ്രതികരിക്കുക. ഇപ്പോൾ MK രാഘവൻ MP-യുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കോൺഗ്രസിൽ വളരെ ശക്തമായൊരു വാക്കുള്ള അല്ലെങ്കിൽ ഇടമുള്ള ആളാണ്. ഇങ്ങനെയൊരു വിവാദത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു അവസ്ഥ അത് അൺഫോർച്ചുനേറ്റ് ആണ്. മാത്രമല്ല അതിൽ കാര്യമുണ്ട്, പ്രവർത്തകർ പറയുന്നതിൽ കാര്യമുണ്ട്. ഒരു DYFI-കാരനായ ഒരാൾക്ക് വേണ്ടി മാടായി കോളേജിൽ വഴിവിട്ട് നിയമനം നടത്തി. അത് ബന്ധുവായ MK രാഘവൻ വഴിയാണ് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിപ്പോൾ DCC-യിലേക്ക് എത്തിയിരിക്കുന്നു. DCC-ക്കും അതൃപ്തിയുണ്ട്. ആ കാര്യം KPCC അറിയിച്ചിരിക്കുന്നു. അങ്ങനെ സജോ പറഞ്ഞതുപോലെ ഈ വിഷയം മാടായി കോളേജിലെ നിയമന വിവാദം കോൺഗ്രസിനകത്തെ പുതിയൊരു ആഭ്യന്തര വിഷയമായിട്ടും വിവാദമായിട്ടും മാറുന്നുണ്ട്. നമുക്ക് കാസർഗോഡേക്ക് പോയാലോ? അവിടെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി, അതായത് കാസർഗോഡ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആശുപത്രി മാനേജ്മെന്റിനെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആത്മഹത്യാ ശ്രമത്തിന് കാരണക്കാരായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സഹപാഠികളും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്.
മംഗലാപുരത്ത് ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയെ സഹപാഠികൾ ഇന്ന് സന്ദർശിക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് മൻസൂർ ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ ഇന്നലെ കലാശിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇന്ന് നടത്തുകയും ചെയ്യും. നമ്മൾ നേരെ സിറിയയിലേക്കാണ് പോകുന്നത്. ബ്രജൻ, അവിടെ വലിയ ആഭ്യന്തര കലഹമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം കൂടി വരികയാണ്. ഡെമസ്കസിലാണ് ഇസ്രായേൽ ആക്രമിച്ചത്. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. അതെ, മാത്രമല്ല ഈ പറയുന്ന സിറിയയിലെ ഒരു പൊളിറ്റിക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ബഷർ അൽ അസദിന്റെ ഈ ഭരണത്തിന് ശേഷം വന്നിരിക്കുന്ന പുതിയ വിമത നീക്കം, അതിൽ എത്ര പേർ അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. HTS എന്ന് പറയുന്ന സംഘടനയ്ക്കൊപ്പം എത്ര വിമത ഗ്രൂപ്പുകൾ നിൽക്കുന്നു എന്നൊക്കെ അറിയണം. അങ്ങനെ അസ്ഥിരമായി കിടക്കുന്ന ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്ന് മറ്റു രാജ്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തന്ത്രപ്രധാനമായ മേഖലകളിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രസിഡന്റായിരുന്ന ബഷർ അൽ അസദിനെ പുറത്താക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സിറിയയിലെ സ്ഥിതിഗതികൾ UN ജനറൽ അസംബ്ലി ചേർന്ന് വിലയിരുത്തിയിട്ടുണ്ട്. സിറിയൻ ആക്ടിവിസ്റ്റ് മാസൻ അൽ ഹമാദയെ മരിച്ച നിലയിൽ കണ്ടെത്തി. സിറിയയിലെ സൈദ്നയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഡമാസ്കസിലെ സൈദ്നയ ജയിലിൽ വിമതസേന പ്രവേശിച്ച ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയതെന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ഇനി നമുക്ക് ഒന്ന് കോഴിക്കോട് വരെ പോകണം. കോഴിക്കോട് നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ താമരശ്ശേരി ചുരത്തിലേക്ക് ഒന്ന് പോകണം. അവിടെ കടുവയെ കണ്ടെത്തിയെന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നോക്കാം. 8-9 വളവുകൾ, അതായത് താമരശ്ശേരി ചുരത്തിലെ 8-9 വളവുകൾക്കിടയിൽ കടുവയെ കണ്ടു എന്നാണ് കാർ യാത്രക്കാരനായ ബേപ്പൂർ സ്വദേശി സവാദ് പറഞ്ഞിരിക്കുന്നത്. വേഗം തന്നെ പോലീസിനെയും വനവകുപ്പിനെയും വിവരം അറിയിച്ചു എന്നും സവാദ് 24 പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. താമരശ്ശേരി ചുരം 8-9 വളവുകൾക്കിടയിൽ ഇന്നലെ രാത്രി 7 മണിയോടെയാണ് കടുവേനെ കണ്ടത്. ഇതിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ആളുകളാണ് വനംവകുപ്പിനെ ഇത് സംബന്ധിച്ച് വിവരം അറിയിച്ചത്. തുടർന്ന് ഇന്നലെ രാത്രിയിൽ താമരശ്ശേരി RRTയുടെ നേതൃത്വത്തിൽ വിശദമായുള്ള പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് ഈ കടുവേനെ കണ്ട വാഹനത്തിലുണ്ടായിരുന്ന ആളുകളാണ്. ചേട്ടാ, എങ്ങനെയാ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ ഞാൻ ഒരു യൂണിയൻ ബാങ്കിൻ്റെ ഒരു ഓട്ടോ ആയിട്ട് പോയതായിരുന്നു. അങ്ങനെ വയനാട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് 9-ാം വളവ് കഴിഞ്ഞ് 8-ാം വളവിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എൻ്റെ മുന്നിലൊരു ബൈക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ വേറൊരു വയനാട് രജിസ്ട്രേഷൻ ഒരു കാറും ഉണ്ടായിരുന്നു. ആ കാറിൻ്റെ മുൻപിലേക്കാണ് സംഭവം വന്ന് ചാടി അതേ സ്പീഡിൽ തന്നെ തിരിച്ച് റിട്ടണും അത് കയറിപ്പോയി. ആ കാറുകാരൻ അങ്ങനെ തന്നെ എടുത്തു പോയി. ആ ബൈക്കുകാരനാകെ ഭയന്നിട്ട് ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് അവർ വന്ന് ഇറങ്ങിയ ആ ഒരു ഇതിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു അന്നേരം. അപ്പോൾ ആ സമയത്ത് തന്നെ ജസ്റ്റ് അവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഫോറസ്റ്റിലോട്ടും പിന്നെ അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇൻഫോം ചെയ്തായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള കടുവയായിരുന്നു. നല്ല വലിപ്പവും കാര്യങ്ങളും ഉള്ളായിരുന്നു. ഒരു നോർമൽ സൈസ് ഒന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ലൊരു ഹൈ ലെവല്. ബൈക്കിലുള്ള ആളും പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി കാണും അല്ലേ? അതെ, പുള്ളി ഒന്ന് ഭയന്നായിരുന്നു. അത് ഒരു ഹിന്ദിക്കാരനാണ്, ഒരു ഗ്ലാസ് വർക്ക് എടുക്കുന്നതാണ്. താമസം കൊടുവള്ളിയിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിർത്തിയിട്ട് പുള്ളിയുടെ നമ്പറോ കാര്യങ്ങളോ വാങ്ങിക്കുന്നത് കുറച്ചൊരു ഡേഞ്ചറുള്ള സംഭവം ആയതുകൊണ്ട് അതിന് നിന്നില്ല. പുള്ളി സഞ്ചരിച്ചിരുന്ന ബൈക്കിൻ്റെ നമ്പറും കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ജസ്റ്റ് അവിടേക്ക് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ പറഞ്ഞില്ല ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു? അതെ, പരസ്പരം അന്നേരം കാണുന്ന ആൾക്കാരോട് ജസ്റ്റ് ഇൻഫോം ചെയ്യാൻ പറ്റി. പിന്നെ മെയിനായിട്ട് ഡേഞ്ചറായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളവ് ഇങ്ങോട്ട് കഴിയുന്ന സമയത്ത് തന്നെ ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പുറത്ത് റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ചും കൂടി ഭയമായിട്ട് തോന്നിയതുകൊണ്ടാണ് അന്നേരം തന്നെ വേഗം അറിയിക്കേണ്ടവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി RRT സംഘവും പോലീസും ഒക്കെ ഇന്നലെ രാത്രിയിൽ താമരശ്ശേരി ചുരത്തിൽ വിശദമായുള്ള പരിശോധന നടത്തിയത്. പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ കടുവേനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരെ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല. പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. ഇന്നും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിശദമായുള്ള പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന് കാരണം 10 മാസം മുമ്പ് ഇതേ പ്രദേശത്ത് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കടുവേനെ കണ്ടിരുന്നു. അതുകൊണ്ട് ആ കടുവ തന്നെയാണോ ഇത്തരത്തിൽ ഇന്നലെ രാത്രി വീണ്ടും ഇതേ സ്ഥലത്ത് ഇറങ്ങി എന്ന സംശയമൊക്കെ വനം വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും പരിശോധന തുടരും. രാത്രികാലങ്ങളിൽ അല്പം ജാഗ്രത യാത്രക്കാർ ഉൾപ്പെടെ പാലിക്കണമെന്നാണ് വനം വകുപ്പ് സംഘം അറിയിക്കുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ശരി, അപ്പോൾ താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഈ പറഞ്ഞൊരു കടുവാപ്പേടി ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അവിടെ കടുവാപ്പേടിയാണെങ്കിൽ ഇവിടെ കൊതുക് ശല്യം
അത്യാവശ്യം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാക്ക് വരെ നടക്കുമ്പോൾ പ്രവിധയൊക്കെ കൊതുകിനെ പേടിച്ച് ഓടുമോ എന്ന് സംശയം എനിക്കുണ്ട്. നമ്മളിങ്ങനത്തെ കാട് പിടിച്ച ഒരു സ്ഥലത്തൂടെ ഒക്കെ അങ്ങനെ അധികം നടക്കാറില്ലല്ലോ. കാരണം ഇതിപ്പോ ഈ സ്ട്രീറ്റ് സ്കേപ്പ് വാക്ക് വേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 2016 KMRL പണി കഴിപ്പിച്ചതാണ്. അപ്പോൾ അതിന്റെ ഒരു സൗന്ദര്യവൽക്കരണമൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അതൊക്കെ അങ്ങ് മാറി. പിന്നെ ഈ ഫെബ്രുവരി ആയപ്പോഴേക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അത് സൗന്ദര്യവൽക്കരണമൊക്കെ നടത്തി. പക്ഷെ അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളത് അധികൃതരുടെ മുന്നിലേക്കൊന്ന് വെക്കുക കൂടിയാണ്. ഈ വഴി ഒരുപാട് കാൽനട യാത്രികർ സഞ്ചരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നടക്കാനും ഓടാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വൃത്തിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് ഒന്ന് പോകാം. കണ്ണൂരിലേക്കാണ്. വീണ്ടും കണ്ണൂരിലൊരു സ്വകാര്യ ബസ് പണിമുടക്ക് ഇന്നുണ്ട്. ഇന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ല. ബസ്സുകൾക്ക് അമിത പിഴ ഈടാക്കി പോലീസ് പീഡിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് ഈ സമരം നടത്തിയിരിക്കുന്നത്. പോലീസ് നടപടിക്കെതിരെ പലവട്ടം പരാതി നൽകിയിട്ടും ഒരു കാര്യവുമില്ല എന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നുമുണ്ട്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി ചെയ്യുന്നത്. സജോ, ജില്ലയിൽ ഒന്നാകെയുള്ള സ്വകാര്യ ബസ്സുകൾക്ക് ഈ പരാതി ഉണ്ടോ? അപ്പോൾ ഇന്നത്തെ ഈ സർവീസ് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് സമരത്തിൽ നിൽക്കുന്ന ഏതൊക്കെ സംഘടനകളാണ്? എന്താണ് പൊതുവിലെ അവിടുത്തെ ഒരു വികാരം ഈ വിഷയത്തിൽ? വ്യാപകമായാണ്, അതായത് ജില്ലയിലെ മുഴുവൻ മേഖലകളിലുമാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ്, അതായത് സംയുക്ത സമരസമിതിയാണ്. വിവിധ സംഘടനകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫലത്തിൽ ജില്ലയിലെ സ്വകാര്യ ബസ് സർവീസുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുടങ്ങാനാണ് സാധ്യത. ബസ്സുകൾക്ക് അമിത പിഴ ഈടാക്കി പോലീസ് പീഡിപ്പിക്കുന്നു എന്നാണ് ഈ ബസ് ഉടമകളുടെ സംഘടനകളുടെ ആരോപണം. പലവട്ടം പരാതി നൽകിയിരുന്നു. ഈ മേഖലയിൽ ഒരു പൊതുഗതാഗത സംവിധാനം എന്ന നിലയ്ക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലും കണ്ണൂരിലും സ്വകാര്യ ബസ്സുകൾ പൊതുഗതാഗത സംവിധാനത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ആ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതികളൊക്കെ നൽകിയത്. പക്ഷെ നടപടി ഉണ്ടാകുന്നില്ല. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായ പ്രവർത്തികൾ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും സമയക്രമം പാലിക്കുന്നതിന്റെ ഭാഗമായുള്ള സർവീസുകൾ നടത്തുമ്പോൾ യാത്ര കുറച്ചുകൂടി എളുപ്പവഴിയും മറ്റുമൊക്കെ പലപ്പോഴും ബസ്സുകൾ സ്വീകരിക്കാറുണ്ട്. പക്ഷെ അതും ഭീമമായ പിഴയിലേക്ക് നയിക്കുന്നു. അതുൾപ്പെടെ ചിത്രങ്ങൾ പകർത്തി വ്യാപകമായും പിഴ ഈടാക്കുന്നു എന്നതാണ് അവരുടെ ഒരു ആരോപണം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സൂചനാ പണിമുടക്ക് എന്ന നിലയ്ക്കാണ് ഇന്ന് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരമില്ലെങ്കിൽ ഈ കാര്യത്തിൽ തുടർന്നും ഇതേ സമീപനം തന്നെ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ മാസം 18 മുതൽ ജില്ലയിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും എന്നാണ് ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഏതായാലും ഇതിനകം വ്യാപകമായി സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട്. ഫലത്തിൽ ഭൂരിപക്ഷം സർവീസുകളും ഇന്ന് നടക്കില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട്. അതാണ് കണ്ണൂരിലെ പണിമുടക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ. ഇതാ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സുരേന്ദ്രകുമാർ PM എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറയുന്നു, പ്രവിധ പ്രജിന് ഒരു ചായ കുടിച്ചിട്ട് നടക്കും, അല്ലെങ്കിൽ തല കറങ്ങും എന്ന് പറയുന്നുണ്ട്. നിലവിൽ തല കറങ്ങി തുടങ്ങിയിട്ടില്ല സുരേന്ദ്രൻ ചേട്ടാ. പക്ഷെ എനിക്ക് വിശക്കുന്നു തുടങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരാധ്യ ആൻഡ് ആദി പറയുന്നു, നിങ്ങളുടെ അവതരണവും പാട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്നു. രണ്ടുപേർക്കും എന്റെ ഗുഡ് മോർണിംഗ് പറയുന്നു. തിരിച്ച് അങ്ങോട്ടും സുപ്രഭാതം നേരുകയാണ്. പ്രവിധ കൊതുകിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് അല്പസമയത്തേക്ക് നമുക്ക് ലഭ്യമാക്കാം. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു, പ്രജിൻ പ്രവിധ മഞ്ഞുണ്ട്, സൂക്ഷിക്കണം എന്ന് പറയുന്നു. മഞ്ഞ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത്ര ഇല്ലെന്ന് തോന്നുന്നു. മത്തായി പറയുന്നുണ്ട്, നിങ്ങളെ കണ്ട് ഭയപ്പെട്ട കൊതുകും ഈച്ചയുമല്ല ഓടിപ്പോയി, നായ ഓടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. ആരും ഓടിയിട്ടില്ല, കൂടുതൽ വന്നതാ ഇവിടെ ഇങ്ങനെ പറയട്ടെ പ്രേക്ഷകരുടെ അടുത്ത്. നേരത്തെ പ്രവിധ കൊതുകിനെ ഓടിക്കുകയായിരുന്നു ഇങ്ങനെ. അപ്പൊ ദൂരെയുള്ള ഒരു ചേട്ടൻ ഓടി വന്നു, എന്താ മോളെന്ന് ചോദിച്ചു. കുറച്ച് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി, മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണ ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ഇവിടെ പൂമ്പാറ്റയല്ല, കൊതുകാണുള്ളത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അപ്പൊ നമ്മളുള്ളത് ഇന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുന്നത് പനമ്പള്ളി നഗറിലെ ഈ സ്ട്രീറ്റ് സ്കേപ്പ് എന്ന് പറയുന്ന വാക്ക്വേയിലാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ നേരത്തെ പ്രവിധ പറഞ്ഞ പോലെ തന്നെയാണ്, കുറച്ചൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരമാവുന്ന ഒരു വാക്ക്വേ ആണ്. എന്തുകൊണ്ടാണ് അധികൃതർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാത്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ കൃത്യമായി
കോർപ്പറേഷൻ അല്ലെങ്കിൽ GCD ഒക്കെ സീന എന്നോടൊരു കാര്യം പറയുന്നുണ്ട്, ഓടിപ്പോയി വീണ്ടും ഇനി കാലിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എസ്കാൻ ലീവ് വരില്ല, അതുകൊണ്ടൊന്ന് പതുക്കെ നടക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പതുക്കെ നടക്കാം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് ഒന്ന് പെട്ടെന്ന് പോവാം. അതെ, നമുക്കിനി ഇങ്ങോട്ടേക്ക് പോകണ്ടേ? കോഴിക്കോട് അല്ലേ? അതെ, കോഴിക്കോട് വൻ ലഹരി മരുന്ന് വേട്ട എന്നൊരു വാർത്ത വരുന്നു. 320 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിലായിട്ടുണ്ട്. കുറ്റിച്ചിറ സ്വദേശികളായ ജാസം അറഫത്ത്, CA മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. സമീർ C. മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എപ്പോഴാണ് ഇവരെ പിടികൂടിയത്? കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? പോലീസ് നൽകുന്ന വിവരം എങ്ങനെ? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് പ്രവിത. ഇന്ന് പുലർച്ചെയാണ് പോലീസിന്റെ പരിശോധനയിൽ 2 പേർ പിടിയിലായിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്രിസ്മസ് ആണ്, അതുപോലെ തന്നെ പുതുവത്സരം എത്തുകയാണ്, ആഘോഷ നാളുകളാണ്. സ്വാഭാവികമായും വലിയ ചാകരയാണ് ഈ ലഹരി മരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ട് സമീപ ജില്ലകളിൽ നിന്നൊക്കെ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയും ഇത്തരത്തിലേക്ക് കേരളത്തിലേക്ക് വലിയ രീതിയിൽ മയക്കുമരുന്ന് ഒഴുകിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസും വലിയ ജാഗ്രതയിലാണ്. ഇത്തരത്തിൽ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്ന് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് കോഴിക്കോട് മാങ്കാവ് ഭാഗത്തു നിന്ന് ഒരു ലോഡ്ജിൽ ഈ 2 പേർ മുറിയെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തുകയും അതിലാണ് 330 ഗ്രാം, അതായത് ഏകദേശം 12 ലക്ഷം രൂപ വില മതിക്കുന്ന MDMA-യുമായാണ് കുറ്റിച്ചിറ സ്വദേശികൾ പിടിയിലായിരിക്കുന്നത്. കുറ്റിച്ചിറ സ്വദേശികളായിട്ടുള്ള ജാസിം ഇതിന് മുമ്പും പിടിയിലായിട്ടുണ്ട്, അതുപോലെ തന്നെ മുഹമ്മദും. ഈ 2 പേരും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് MDMA-യുമായിട്ട് പിടിയിലായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ താക്കീത് ചെയ്ത് വിട്ടുവരുന്നവരുമാണ്. പക്ഷേ വീണ്ടും അതേ വിധത്തിലേക്ക് അവരെത്തുന്നു. ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്ന് എത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിന് രഹസ്യവിവരം ലഭിക്കുകയും തുടർന്ന് ഡാൻസ് ഓഫ് സംഘവും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസും പരിശോധന നടത്തുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. വലിയ അളവിൽ ഇത്തരത്തിൽ ഇതിനു മുമ്പും എത്തിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭ്യമാവുന്ന വിവരം. ഏതായാലും പുതുവത്സരാഘോഷം അതുപോലെ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷ നാളുകളിലേക്ക് നാട് നീങ്ങുന്നു. ലഹരി ഉപയോഗത്തിന്റെ അളവും വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസ് വലിയ ജാഗ്രതയിലാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ 2 പേർ പിടിയിലായിരിക്കുന്നത്. പ്രജിൻ. ശരി, ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടുത്തതോടെ ഈ ലഹരി സംഘങ്ങൾക്ക് മേലുള്ള പിടിമുറുക്കുന്നുണ്ട് ഡാൻസ് ഓഫ് സംഘവും പോലീസും എല്ലാം. അപ്പോൾ ഇത്തരക്കാരുടെ വലയിൽ വീഴാതിരിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലഹരി ഒന്നിനും ഒരു ഊർജ്ജമൊന്നുമല്ല, ലഹരി ജീവിതത്തോട് മാത്രമാണ് വേണ്ടത് അല്ലേ? ലഹരിയാവാം, അത് ജീവിതത്തോട് മാത്രം, അങ്ങനെയാണ്. അപ്പോൾ ആ പോസിറ്റീവ് നോട്ടിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. റീന സതീശൻ പറയുന്നു, പ്രവിതക്കുട്ടി താങ്ക് യു എന്ന് പറയുന്നു. ഈ പാട്ട് ഇന്നലെ ഞാനും സീനയും മിനിയും ഹസീനയും ഒരുപാട് തവണ പ്രജിനോട് പാടാൻ പറഞ്ഞിട്ട് പാടിയില്ല. അത് എനിക്ക് ഞാനത് കണ്ടില്ല കമന്റ്. പിന്നെ മാത്രം എനിക്ക് അത്ര അറിയുന്നൊരു പാട്ടുമല്ല അത്. പിന്നെ അതുകൊണ്ട് ഇന്ന് ചോദിക്കാതെ പാടിയതിന് ഐ ലവ് യു പ്രവിതക്കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ലവ് യു ടു. ദിനേശ് ചോദിക്കുന്നു, പ്രവിത നല്ല സൗണ്ട്, ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ പരിപാടി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഗായികയാണ്, നമ്മുടെ 24-ന്റെ പ്രിയപ്പെട്ട ഗായികയാണ്. അപ്പം ആശയം ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. ജയൻ നായർ പറയുന്നുണ്ട്, ആശ ക്ഷമി ഇന്ന് പാടിയില്ലേ? ഒപ്പം സ്മിത ചേച്ചിയെ പ്രേക്ഷകർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സ്മിത ചേച്ചി ലീവിലാണ്, ഉടൻ തന്നെ തിരിച്ചെത്തുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ്. മലബാർ വാലി വേറൊരു കാര്യം കൂടെ പറയുന്നു, അതുകൊണ്ട് വായിച്ചേക്കാം. ഒരു കാലത്ത് നാടൻ പട്ടികളും നാടൻ പൂച്ചകളും നമ്മുടെ വീടുകളുടെ ഭാഗമായിരുന്നെങ്കിൽ വിദേശ ഇനങ്ങളുടെ താല്പര്യം മൂലം നാടൻ പട്ടികളും പൂച്ചകളും വീടുകളിൽ സ്ഥാനമില്ലാതെ പടിക്ക് പുറത്തായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മലബാർ വാലിയുടെ കണ്ടെത്തൽ. അപ്പൊ നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് കടന്നാലോ? അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ തുടർ വാർത്തയാണ് നമ്മളിനി കടക്കുന്നത്. തുടർ വാർത്തയിലേക്കാണ് കടക്കുന്നത്. ADM-ന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. പ്രതി PP ദിവ്യ, സാക്ഷികളായ വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തൻ, കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ എന്നിവരുടെ ഫോൺ കോൾ രേഖകൾ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നതാണ് ആവശ്യം. കണ്ണൂർ കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണം എന്നിവ കൂടി ഈ ഹർജിയിലെ പ്രധാന ആവശ്യമായിട്ടുണ്ട്. ഹർജിയിൽ കളക്ടർക്കും TV പ്രശാന്തനും കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ശബരിമല വിശേഷങ്ങളിലേക്ക് കടക്കാം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടക തിരക്കിൽ വീണ്ടും വർധന. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തരുടെ തിരക്ക് നേരിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇന്നലെ 75,000-ലധികം ഭക്തർ ദർശനം നടത്തിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് വഴിയെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15,000 കടന്നിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പരമ്പരാഗത കാനനപാത വഴി സന്നിധാനത്തെത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനയുണ്ട്. ഇതര സംസ്ഥാനത്ത് തീർത്ഥാടകരാണ് സന്നിധാനത്ത് അധികവും എത്തുന്നത്. ഭക്തർ ഒഴുകി
എത്തുമ്പോഴും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസും ദേവസ്വം ബോർഡും. ഇനി ശബരിമലയിൽ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ ശബരിമലയിൽ. ഇന്നത്തെ നമുക്ക് പത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ മാതൃഭൂമിയുടെ ലീഡ് വാർത്ത എന്ന് പറയുന്നത് കേരളത്തോട് വീണ്ടും ജലച്ചതി എന്നാണ് ഇന്ന് ലീഡ് വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. എന്താണ് പമ്പ, അച്ചൻകോവിൽ, വൈപ്പാർ നദീ സംയോജന പദ്ധതിയെക്കുറിച്ചാണ് ഈ വാർത്ത. കേരളത്തോട് അങ്ങനെ ഒരു ചതി നടത്തിയിരിക്കുന്നു. പദ്ധതി ദേശീയ ജലവികസന ഏജൻസി അടുത്ത അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നിൽ തമിഴ്നാടിന്റെ സമ്മർദ്ദമാണെന്ന് പറയുന്നു. തമിഴ്നാട്ടിലേക്ക് 63.4 കോടി ഘനമീറ്റർ വെള്ളം പോകും എന്നാണ് പറയുന്നത്. ഇനി മനോരമ പത്രത്തിലേക്ക് വന്നാൽ പ്രധാന വാർത്ത സ്മാർട്ട് സിറ്റി നൽകിയ ഭൂമി വീണ്ടെടുക്കാൻ KSEB എന്നുള്ളതാണ്. തിരിച്ചു വേണം 100 ഏക്കർ. ഇപ്പോഴും ഉടമസ്ഥാവകാശമുണ്ടെന്ന് ബോർഡിന്റെ കണക്കുകൂട്ടലുണ്ട് എന്ന് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഈ വാർത്തയിലുണ്ട്. ഒപ്പം സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഗവർണർ എന്നുള്ള ഒരു വാർത്ത കൂടി അവർ നൽകിയിട്ടുണ്ട്. പിന്നെ മാതൃഭൂമിയിലെ മറ്റൊരു വാർത്ത ഷാജിയൻ കരുണിന് JC ഡാനിയൽ പുരസ്കാരം. ഇന്നലെ മലയാള സിനിമാ രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2023 JC ഡാനിയൽ പുരസ്കാരമാണ് സംവിധായകൻ ഷാജിയൻ കരുണിന് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് PRDക്കും PR എന്ന മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൂറിസം, IT, PRD, തുറമുഖ വകുപ്പുകളുടെ മൊത്തം PR ചെലവ് 3.68 ലക്ഷം രൂപയാണെന്ന് ഈ വാർത്ത സൂചിപ്പിക്കുന്നു. 2.85 കോടിയും ഒറ്റ ഏജൻസിക്കാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള ആ വിവരങ്ങൾ കൂടി വാർത്തയിലുണ്ട്. സ്വർണ്ണക്കടപ്പത്ര പദ്ധതി നിർത്തുന്നത് പരിഗണനയിൽ എന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. സ്വർണത്തിന്റെ ഇറക്കുമതി കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സ്വർണ്ണക്കടപ്പത്ര പദ്ധതി നിർത്തിയേക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവസാനമായി സ്വർണ്ണക്കടപ്പത്രം പുറത്തിറക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷം ബജറ്റിൽ 18,500 കോടിയുടെ സ്വർണ്ണക്കടപ്പത്രം ഇറക്കുന്ന ലക്ഷ്യമിട്ടിരുന്നെങ്കിലും 6 മാസം പിന്നിടുമ്പോഴും ഇതുവരെ അത് അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് അതിന് വിലങ്ങടിയാവുന്നത്. ഇനി ഉൾപേജിലേക്ക് വന്നാൽ സിറിയയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പുകയടങ്ങാതെ സിറിയ എന്നുള്ള തലക്കെട്ടിലാണ് ആ റിപ്പോർട്ട് ഉള്ളത്. ഒപ്പം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദമായിട്ടുള്ള വാർത്തകളുണ്ട്. പുതിയ പദ്ധതിയിൽ സ്വകാര്യ പങ്കാളികളില്ല, ടീകോമിന് നൽകുന്ന നഷ്ടപരിഹാരമല്ല, ഓഹരി മൂല്യം എന്നും പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ര വാർത്തകൾ. ഇനി നമുക്ക് മോർണിംഗ് വാക്ക് അവസാനിപ്പിക്കാനുള്ള സമയമാവുന്നു.